യാത്ര വന്നിരിക്കുകയാണ് കേട്ടോ. എങ്ങടാന്ന് വെച്ചാൽ ഇന്ന് ഒഴിവൊക്കെയാണ്, ഇക്ക വന്നേക്കല്ലേ. അപ്പോൾ കൊല്ലങ്കോട് വരെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊല്ലങ്കോട് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ഇവിടെ വാ കിണറാണത് കണ്ടോ. അപ്പോൾ കൊല്ലങ്കോട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടോ. ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് പാർക്കിലേക്ക് കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടക്ക് പോവാം. അപ്പോൾ ഇവിടുത്തെ സീനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതൊക്കെ മോനോണെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കണ്ടോ. ഓ എന്തൊരു വ്യൂ ആണ്. ആഹാ അടിപൊളി സെറ്റ്. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് കുറച്ചുകൂടി നല്ല ഭംഗി കേട്ടോ. വെയിലൊക്കെ പോയി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഒരുപാട് ചെണ്ടുമല്ലി പൂക്കൾ, പല കളറിലുള്ള ചെണ്ടുമല്ലി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട്, ഞങ്ങൾ വരുമ്പോൾ തിരക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടേ. ഓക്കെ, നല്ല പച്ചപ്പാർന്ന സ്ഥലം കണ്ടോ. അടിപൊളിയായിട്ടില്ലേ. ഇതാ കണ്ടോ, ഒരുപാട് ചെണ്ടുമല്ലി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്താ കണ്ടോ, സൂപ്പർ സൂര്യകാന്തിയാണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ ഒന്നും ആയിട്ടില്ല, വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഭംഗിയൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു കണ്ടോ. അതാ അറ്റത്ത് ഒരു താമരക്കുളം ഉണ്ട് കേട്ടോ. കണ്ടോ, ചെണ്ടുമല്ലി പൂക്കൾ കൊണ്ട് മാത്രം അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ഒറിജിനലാണ് കേട്ടോ അതൊക്കെ. ഇതുണ്ടോ, നമ്മുടെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടോ. അതുപോലെ കൊച്ചു കൊച്ചു കുടില് കണ്ടോ കണ്ടോ. രണ്ട് സൈഡിലും പൂക്കളാണ് കേട്ടോ. വേണ്ട ഇവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല രീതിക്ക് ഫോട്ടോസുകളൊക്കെ എടുക്കാം. ഓക്കെ, താമരക്കുളം കാണിച്ചു തരാം കേട്ടോ. സൂപ്പർ സെറ്റ്. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ കേട്ടോ. ക്ഷീണിച്ചു, നടന്ന് ക്ഷീണിച്ച്. പൂക്കൾ പറിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ താമരക്കുളം കേട്ടോ. കണ്ടോ, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അതും ഇങ്ങനെ തെങ്ങിൻ്റെ തടിയില്ലേ, തെങ്ങോ പനയോ അതിൻ്റെ തടി കൊണ്ട് പെയിൻ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ആർട്ടിഫിഷ്യലി ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഒക്കെ നാച്ചുറലി ഉള്ള ഐറ്റംസാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ പോവാന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. സമയമായല്ലോ. ഇക്കയും കുട്ടികളും അവിടെ എത്തിയിട്ടുണ്ടേ. കണ്ടോ, ഒത്തിരി ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ. പക്ഷേ ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ, ഓറഞ്ചും മഞ്ഞയും. നല്ല കൊണ്ടയാണ് കേട്ടോ, ഒറ്റ ഇതളല്ല, കൊണ്ടയായിട്ടുള്ളതാണ്. കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിമാര് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ്. ഹായ് ഹായ് ഹായ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്ത് ഭംഗിയാ കാണാനില്ലേ. ഓ നല്ലൊരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നാൽ കിട്ടുക. നൈറ്റ് ആയി കഴിഞ്ഞാൽ അവിടേക്ക് ഈ ലൈറ്റൊക്കെ തെളിയും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സെറ്റാവും. തിരിച്ചു വരുന്നവർ ഈ വഴി പോവുക. ഞങ്ങൾ ആ വഴിയാണ് വന്നത്. നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ വഴി പോകണം. സൂപ്പറല്ലേ. അവിടെ ഒരു കുറ്റിയുണ്ട്. ഒറിജിനലാണോ? അതാ കണ്ടോ, കാണുന്നുണ്ടോ? ഒറിജിനൽ. ഇവരിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അടിപൊളി. മുളയും കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുളയുടെ പീസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഇവിടെ ആർട്ടിഫിഷ്യലി ഒന്നും തന്നെ ഇല്ല. നാച്ചുറലി.
കുഞ്ഞു കുഞ്ഞു കുടിലുകൾ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഓല ഉണ്ടോ? ഇതെന്താ പനയോ ഓലയോ? ഒരു സൂര്യകാന്തി. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഇതാ, ഇവിടെ ഒരു താമരക്കുളം ഉണ്ട് കേട്ടോ. പക്ഷെ പൂവ് ഉണ്ട്, പൂവുണ്ട്. ഓക്കെ, തോണി കണ്ടോ? ചളിയുണ്ട് കേട്ടോ, നോക്കി വേണേ നടക്കാൻ. നമുക്കപ്പോൾ അതിൽ കൂടെ അങ്ങ് പോകണ്ട, മാറ്റി പിടിക്കാം. കണ്ടോ? താമരക്കുളം കേട്ടോ. കൊല്ലങ്കോട്. ഒരു സൈക്കിൾ. നെൽപ്പാടം. മിഴിയറിയാതെ വന്നു മിഴിയൂ ഞാൻ, കനവറിയാതേതോ മനമറിയാതെ പാരി. ഇതെങ്ങനെയാ ഇതിൻ്റെ വിത്ത് എടുക്കുക എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണല്ലേ അതിൻ്റെ വിത്ത്? ആ, ഓക്കെ 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 ഓക്കെ. പുറിഞ്ചത് നേക്ക് പുറിഞ്ചത്. കാശിത്തുമ്പ അല്ലേ? മഞ്ഞും മഴ. ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ചായക്കട ഒരു ക്ഷേത്രം അതൊക്കെ ഉണ്ട്. അത് ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററൊക്കെ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാൻ നിൽക്കുന്നില്ല. ഇവിടെ പാർക്കിൽ പോകണമെന്ന് വെച്ചിട്ട് ഒരേ കരച്ചിലാണ്. അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് അവിടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടാ. അപ്പോൾ നമ്മളിവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്നും സ്നേഹത്തോടു കൂടി നിങ്ങളിൽ ഒരാളായ ഷെഫി. കേട്ടോ. ഓക്കെ, ടാറ്റാ ബൈ ബൈ.